വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം. അതിനുശേഷം മോശയും അഹ്റോനും ചെന്ന് ഫറവോയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, മരുഭൂമിയിൽ അവർ എനിക്കായി ഉത്സവം ആഘോഷിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ ആരാഞ്ഞു, ഇസ്രായേലിനെ വിട്ടയക്കാനുള്ള അവന്റെ സ്വരം ഞാൻ അനുസരിക്കേണ്ടതിന് കർത്താവ് ആരാണ്? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഹെബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ വസന്ത കൊണ്ടോ വാൾ കൊണ്ടോ അവിടുന്ന് ഞങ്ങളെ നേരിടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ ഞങ്ങൾ 3 ദിവസത്തെ യാത്ര പോകട്ടെ. അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് ചോദിച്ചു, മോശെ, അഹരോനെ, നിങ്ങൾ ജനത്തെ അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്തിന്? നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പോകുവിൻ. തുടർന്ന് ഫറവോ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ നാട്ടുകാർ ഏറെയുണ്ട്, അവരുടെ ജോലികളിൽ നിന്ന് നിങ്ങൾ അവരെ മുടക്കുന്നു. ഫറവോ അന്ന് തന്നെ ജനത്തിന്റെ മേലുദ്യോഗസ്ഥരോടും കണക്കപ്പിള്ളമാരോടും ഇപ്രകാരം കൽപ്പിച്ചു, ഇഷ്ടികകൾ നിർമ്മിക്കുന്നതിനായി ജനത്തിന് വക്യോൽ നൽകുന്നത് മുമ്പെന്ന പോലെ തുടരേണ്ട. അവർ തന്നെ പോയി അവർക്ക് വേണ്ട വക്യോൽ ശേഖരിക്കട്ടെ. എന്നാൽ മുൻപ് അവർ ഉണ്ടാക്കിയിരുന്ന അത്രയും ഇഷ്ടികകളുടെ എണ്ണം നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. അതിന് നിങ്ങൾ ഇളവ് നൽകരുത്. അവർ അലസരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുന്നത്. ആ ആളുകളുടെ മേൽ അധ്വാനം കനക്കുകയും അവർ അതിൽ വ്യാപൃതരാകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കട്ടെ. ജനത്തിന്റെ മേലുദ്യോഗസ്ഥരും കണക്കപ്പിള്ളമാരും പുറത്തു കടന്ന് ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, ഫറവോ ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ വക്യോൽ തരുകയില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടെത്താവുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി വക്യോൽ ശേഖരിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല. ജനം വക്യോലിനുള്ള തണ്ട് ശേഖരിക്കുന്നതിന് ഈജിപ്ത് നാട്ടിലെങ്ങും അലഞ്ഞു. മേൽനോട്ടക്കാരാകട്ടെ ഇപ്രകാരം നിർബന്ധിച്ചു, വക്യോൽ ഉണ്ടായിരുന്നപ്പോൾ എന്ന പോലെ നിങ്ങളുടെ അന്നുള്ള ജോലി വിഹിതം പൂർത്തിയാക്കുവിൻ. അവരുടെ മേൽ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചിരുന്ന ഇസ്രായേലിലെ കണക്കപ്പിള്ളമാർ പ്രഹരിക്കപ്പെട്ടു. ഇഷ്ടിക നിർമ്മിക്കാനുള്ള നിങ്ങളുടെ കടമ മുമ്പെന്ന പോലെ ഇന്നലെയും ഇന്നും നിങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റിയില്ല? അവർ ചോദിച്ചു. ഇസ്രായേലിലെ കണക്കപ്പിള്ളമാർ ചെന്ന് ഫറവോയുടെ പക്കൽ നിലവിളിച്ചു പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത്? അങ്ങയുടെ ദാസന്മാർക്ക് വക്യോൽ ലഭ്യമാക്കുന്നില്ല. എങ്കിലും ഇഷ്ടികകൾ ഉണ്ടാക്കുവനെന്ന് അവർ ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഇതാ അങ്ങയുടെ ദാസന്മാർ പ്രഹരിക്കപ്പെടുന്നു. അപ്പോഴും കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ അലസന്മാരാണ്, അലസന്മാർ. അതുകൊണ്ടാണ് ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾ കർത്താവിന് ബലിയർപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയി ജോലി ചെയ്യുവിൻ. വക്യോൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല. എന്നാൽ ഇഷ്ടികകളുടെ നിശ്ചിത എണ്ണം നിങ്ങൾ നൽകിയിരിക്കണം. നിങ്ങളുടെ ഇഷ്ടികകളിൽ നിന്ന് അന്നുള്ള വിഹിതം നിങ്ങൾ കുറയ്ക്കരുത് എന്ന പ്രസ്താവന മൂലം തങ്ങൾ അപകടത്തിലാണെന്ന് ഇസ്രായേലിലെ കണക്കപ്പിള്ളമാർ കണ്ടു. ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്ന മോശയെയും അഹ്റോനെയും അവർ കണ്ടുമുട്ടി. അവർ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ ഞങ്ങളെ വധിക്കാൻ അവരുടെ കയ്യിൽ വാൾ നൽകത്തക്ക വിധം ഫറവോയുടെ ദൃഷ്ടികളിലും അവന്റെ സേവകരുടെ ദൃഷ്ടികളിലും ഞങ്ങളെ നിങ്ങൾ അവജ്ഞാപാത്രങ്ങളാക്കി. അപ്പോൾ മോശ കർത്താവിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, എൻ്റെ നാഥ, എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങ് തിന്മ വരുത്തുന്നത്? എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ
ഫറവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തിന് തിന്മ വരുത്തുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കുന്നതേയില്ല. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും. എന്തെന്നാൽ ശക്തമായ കരമൂലമായിരിക്കും അവൻ അവരെ വിട്ടയക്കുന്നത്. ശക്തമായ കരമൂലമായിരിക്കും അവൻ തൻ്റെ ദേശത്തു നിന്ന് അവരെ പുറത്താക്കുന്നത്. ദൈവം മോശയോട് സംസാരിച്ചു. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, ഞാനാണ് കർത്താവ്. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ തമ്പുരാനായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും അവർ തത്കാലവാസം നടത്തിയിരുന്ന പ്രവാസഭൂമിയായ കാനാൻ ദേശം അവർക്ക് നൽകേണ്ടതിന് അവരുമായി എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേലരുടെ ദീനരോധനം ഞാൻ കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഇസ്രായേലരോട് പറയുക, ഞാനാണ് കർത്താവ്. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നീട്ടിയ ഭുജം കൊണ്ടും കഠിനമായ ന്യായവിധി കൊണ്ടും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ ഒരു ജനമായി സ്വന്തമാക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകേണ്ടതിനായി ഞാൻ ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി നൽകും. ഞാൻ കർത്താവാണ്. ഇസ്രായേലരോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും ക്ഷിപ്രകോപം മൂലവും കഠിനവേല മൂലവും അവർ മോശയെ ഗൗനിച്ചില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേലരെ തൻ്റെ നാട്ടിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് നീ പോയി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിക്കുക. മോശ കർത്താവിൻ്റെ മുൻപാകെ ഇപ്രകാരം ഉണർത്തിച്ചു, നോക്കൂ, ഇസ്രായേലർ എന്നെ ഗൗനിക്കുന്നില്ല. പിന്നെങ്ങനെ ഫറവോ എന്നെ കേൾക്കും? പോരെങ്കിൽ ഞാൻ സംസാര തടസ്സമുള്ളവനാണ്. കർത്താവ് മോശയോടും അഹരോനോടും സംസാരിക്കുകയും ഇസ്രായേലരെ ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇസ്രായേലരോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും സംസാരിക്കാൻ അവരെ അനുശാസിക്കുകയും ചെയ്തു. അവരുടെ പിതൃകുടുംബ തലവന്മാർ ഇവരാണ്: ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ മക്കളായ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരാണ് റൂബൻ കുടുംബങ്ങൾ. ഷിമിയോന്റെ മക്കളായ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹാർ, കാനാൻകാരിയുടെ മകൻ ഷാവൂൽ എന്നിവരാണ് ഷിമിയോൻ കുടുംബങ്ങൾ. തങ്ങളുടെ തലമുറകൾ അനുസരിച്ച് ലേവ്യരുടെ പേരുകൾ ഇവയാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഗർഷോന്യർ തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ലിബ്നിയും ഷിമേയും. കൊഹാത്യർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നിവർ. കൊഹാത്തിന്റെ ആയുഷ്കാലം 133 വർഷമായിരുന്നു. മെറാര്യർ മഹിലിയും മൂഷിയും. തങ്ങളുടെ തലമുറയനുസരിച്ച് ലേവായ കുടുംബങ്ങൾ ഇവയാണ്: അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കബിദിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി അഹരോൻ, മോശ എന്നിവരെ പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഇസ്ഹാര്യർ കോറഹ്, നഫെക്, സിക്രി എന്നിവർ. ഉസിയേലിയർ മിഷായേൽ, എൽസാഫാൻ, സിത്രി എന്നിവർ. അഹരോൻ അമിനാദാബിന്റെ പുത്രിയും നഹ്ഷോന്റെ സഹോദരിയുമായ എലിഷബായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി നാദാബ്, അബീഹു, എലയാസർ, ഇത്താമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹർ, അസീർ, എൽക്കാന, അബിയാസാഫ്. ഇവരാണ് കോരഹ കുടുംബങ്ങൾ. അഹ്റോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിമാരിലൊരുവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി ഫിൻഹാസിനെ പ്രസവിച്ചു.
ഇവരാണ് തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ലേവ്യരുടെ പൂർവിക തലവന്മാർ. ഈ അഹരോനോടും മോശയോടുമാണ് ഈജിപ്ത് രാജ്യത്തു നിന്ന് ഇസ്രായേലരെ അണിയണിയായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവേൻ എന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നത്. ഇസ്രായേലരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഈ അഹരോനും മോശയും തന്നെയാണ്. കർത്താവ് മോശയോട് ഈജിപ്ത് ദേശത്ത് വെച്ച് സംസാരിച്ച ദിവസം സംഭവിച്ചത് ഇതാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഞാൻ കർത്താവാണ്. നിന്നോട് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഈജിപ്ത് രാജാവായ ഫറവോയോട് നീ സംസാരിക്കുക. മോശ കർത്താവിന്റെ മുൻപാകെ ഉണർത്തിച്ചു: നോക്കൂ, ഞാൻ സംസാര തടസ്സമുള്ളവനാണ്. പിന്നെങ്ങനെ ഫറവോ എന്നെ ശ്രവിക്കും? 40-ാം സങ്കീർത്തനം. ഞാൻ കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് എൻ്റെ നേർക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ നാശഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉയർത്തി. അവിടുന്ന് എൻ്റെ കാലുകൾ ശിലമേൽ നിർത്തി, എൻ്റെ ചുവടുകൾ ഉറപ്പിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതമായി അവിടുന്ന് എൻ്റെ അധരത്തിൽ ഒരു നവ്യഗാനം നിക്ഷേപിച്ചു. അനേകർ കാണുകയും ഭയപ്പെടുകയും ചെയ്യും. അവർ കർത്താവിൽ ആശ്രയിക്കും. തൻ്റെ ആശ്രയമായി കർത്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാനവൻ ഭാഗ്യവാൻ. അവൻ അഹങ്കാരികളിലേക്കും വ്യാജത്തിന് വഴങ്ങുന്നവരിലേക്കും തിരിയുന്നില്ല. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി വൻ കാര്യങ്ങൾ ചെയ്തു. അങ്ങയുടെ അത്ഭുതങ്ങളും പദ്ധതികളും തന്നെ. അങ്ങയോട് തുല്യനായി ആരുമില്ല. ഞാൻ വിവരിക്കാനും പ്രഘോഷിക്കാനും തുടങ്ങിയാൽ അവ എണ്ണാവുന്നതിലും അധികമാണ്. ബലിയും ദാനയാഗവും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അങ്ങ് എൻ്റെ ചെവികൾ തുറന്നു തന്നു. ഹോമയാഗവും പാപമുക്തിയാഗവും അങ്ങ് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു: ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിവർത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങയുടെ നിയമം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മഹാസഭയിൽ നീതി സന്തോഷ വാർത്തയാക്കി. ഇതാ എൻ്റെ അധരങ്ങൾ ഞാൻ പൂട്ടിയില്ലെന്ന് കർത്താവെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ നീതി എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ മൂടി വെച്ചില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. അങ്ങയുടെ കാരുണ്യവും സത്യവും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. അങ്ങയുടെ നീതി എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ മൂടി വെച്ചില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. അങ്ങയുടെ കാരുണ്യവും സത്യവും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവായ അങ്ങ്, അങ്ങയുടെ ദയാർദ്രത എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അങ്ങയുടെ കാരുണ്യവും സത്യവും എന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കട്ടെ. എന്തെന്നാൽ എണ്ണമില്ലാത്തിടത്തോളം അനർത്ഥങ്ങൾ എൻ്റെ മേൽ ചുറ്റി. എൻ്റെ അപരാധങ്ങൾ എന്നെ കീഴടക്കി. കാണാൻ എനിക്ക് കഴിവില്ലാതായിരിക്കുന്നു. അവ എൻ്റെ തലമുടികളേക്കാൾ അധികമാണ്. എൻ്റെ ഹൃദയം എന്നിൽ ഇടിഞ്ഞിരിക്കുന്നു. കർത്താവെ, എന്നെ മോചിപ്പിക്കാൻ പ്രീതിയുണ്ടാകണമേ. കർത്താവെ, എൻ്റെ സഹായത്തിന് വേഗം കൂട്ടണമേ. എൻ്റെ ജീവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ ഒന്നടങ്കം ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ. എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനിതരാകട്ടെ. ഹാ ഹാ എന്ന് എന്നോട് പറയുന്നവർ ലജ്ജ മൂലം സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്ന എല്ലാവരും അങ്ങിൽ ഉല്ലസിച്ച് സന്തോഷിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനായിരിക്കട്ടെ എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ അഗതിയും ദരിദ്രനുമാണെങ്കിലും നാഥന് എന്നെപ്പറ്റി കരുതലുണ്ട്. എൻ്റെ സഹായവും വിടുതലും അങ്ങാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: 2 ദിവസം കഴിഞ്ഞ് പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും കയ്യാഫാസ് എന്നു പേരുള്ള പ്രധാന പുരോഹിതന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടതെങ്ങനെയെന്ന് കൂടി ആലോചിച്ചു. അവർ പറഞ്ഞു: തിരുനാൾ ദിവസം വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. യേശു ബെഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലിരിക്കുമ്പോൾ
വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽപാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ നീരസത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചെലവ്? എന്തെന്നാൽ ഇത് നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. കാരണം ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായാണ് ഇവൾ എൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയോത്ത പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ 30 വെള്ളിക്കാശിന് അവനുമായി കരാർ ഉറപ്പിച്ചു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി നിർദ്ദേശിക്കപ്പെട്ടയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടെ നിന്റെ അടുക്കലാണ് പെസഹ ആചരിക്കുന്നത്. യേശു നിർദ്ദേശിച്ച പോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 പേരോടുമൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവം ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോട് കൂടി പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനല്ലല്ലോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്ത് ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. എന്തെന്നാൽ ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. എന്തെന്നാൽ ഞാൻ ഇടയനെ അടിക്കും, ആട്ടിൻപറ്റം ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിച്ചു പറയുകയില്ല. ഇങ്ങനെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.